ഈ കേരളത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സർവേ ഫലങ്ങൾ പല മാധ്യമ സ്ഥാപനങ്ങളും എല്ലാവരും നടത്തുന്നുണ്ട്. ആ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്ന സർവേ ഫലങ്ങൾ ഓരോ മണ്ഡലങ്ങളുടെ സ്വഭാവവും രീതിയും അനുസരിച്ച് കടുപ്പമേറിയ മത്സരം, നിർണായകമായ ഭൂരിപക്ഷം, പിന്നെ അതുപോലെ തന്നെ ഇത്ര പെർസെൻറ്റ് താഴോട്ട് മുകളിലോട്ട് 49, 59, 54 എന്നൊക്കെ പറഞ്ഞ് പെർസെൻറ്റേജുകളൊക്കെ പറയുന്നുണ്ട്. അത് ഏത് പാർട്ടിക്കാർക്കാണോ ആ വിജയം ഇഷ്ടമാകുന്നത് അവരത് ആസ്വദിക്കുന്നുണ്ട്. അത് ഇഷ്ടമാകാത്തത് ആർക്കാണോ അവർ അതിനെ തള്ളി പറയുന്നുമുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. അത് പെയ്ഡ് സർവേ ആണെന്ന് പറയുന്നുണ്ട്, സർവേയിൽ വിശ്വസിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സർവേകൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഒരു ഏജൻസിയുമൊക്കെയായി ബന്ധപ്പെട്ടാണ് ഈ സർവേകളൊക്കെ പറഞ്ഞു പോകുന്നത്. ഞാനതിൻ്റെ മണ്ഡലം തിരിച്ചുള്ള സംഗതികളിലേക്ക് കടക്കുന്നില്ല. അതിലൊരു വലിയ അൺഎത്തിക്കൽ സംഗതി കൂടി അതിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ പൊരിവെയിലത്ത് കഷ്ടപ്പെട്ട് ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടി ഓരോരുത്തരും ഇങ്ങനെ പാടുപെട്ട് അധ്വാനിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തോറ്റുപോകും, എതിർ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഒരു ബന്ധവുമില്ലാതെ ഒരാൾ വന്നതെന്ന് പറയുക, അതാകട്ടെ ഒരു എറ്റേണൽ ട്രൂത്തൊന്നുമല്ല, സർവകാല സത്യവും സർവ്വസമയ സത്യവുമൊന്നുമല്ല. അതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ തവണത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. എത്ര കൃത്യമായി എല്ലാവരും 350, 400 ഒക്കെ NDAക്ക് പ്രവചിച്ചപ്പോൾ കടന്നുകൂടുകയായിരുന്നു ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക്. അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും അങ്ങനെ പറയുന്നതിലൊരർത്ഥവുമില്ല. ജനത്തിൻ്റെ കയ്യിലുള്ള വോട്ടാണ് പ്രവചിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒന്ന്, ഈ ആൻറ്റി ഇൻകുംബൻസി ഉണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ആൻറ്റി ഇൻകുംബൻസി എതിർ പാർട്ടിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആർക്കും കാണാൻ കഴിയാവുന്നൊരു സത്യമുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ നോക്കിയാലും കാണാം. ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്ന എല്ലാ ചാനലുകളും പ്രതിപക്ഷ പാർട്ടികൾക്ക് അവർ ജയിച്ച മണ്ഡലങ്ങൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നതേയില്ല. അതായത് അവരുടെ കയ്യിലുള്ള മണ്ഡലങ്ങളുണ്ടല്ലോ, ആ മണ്ഡലങ്ങൾ അട്ടിമറിക്കപ്പെട്ട് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നൊരു സംഗതി പറയുന്നതേയില്ല. ഈ എണ്ണത്തിൽ കുറവ് വരുന്നതെല്ലാം 90-ൽ നിന്ന് താഴേക്ക് കുറഞ്ഞു വരുന്നതാണ്. ഈ 90-ൽ നിന്ന് താഴേക്ക് കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിലവിലുള്ള സർക്കാരിനെതിരെ ഒരു ആൻറ്റി ഇൻകുംബൻസി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിനൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് കാണിക്കുന്നതും ഈ ആൻറ്റി ഇൻകുംബൻസി വേവ് തന്നെയാണ്. ആ വേവിന് എത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളത് നമുക്ക് എണ്ണുമ്പോഴേ അറിയാനൊക്കുള്ളൂ. പക്ഷേ വേവ് ഉണ്ട് എന്നുള്ളത് ഈ എല്ലാ ചാനലുകളുടെയും റിസൾട്ട് സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. ഒരു ആൻറ്റി ഇൻകുംബൻസി വേവ് ഉണ്ട്. അങ്ങനെ വേവ് ഇല്ലെങ്കിൽ ഈ 90 സീറ്റിൽ ഇപ്പോൾ ഓരോ സീറ്റുകളും, ഇപ്പോൾ കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയും ഒക്കെ എടുത്തു നോക്കിയാൽ, ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ല തന്നെ എടുത്തു നോക്കിയാൽ, ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ UDFന് കിട്ടിയ ഏക മണ്ഡലം ഹരിപ്പാടാണ്. ഹരിപ്പാട് നഷ്ടപ്പെടുമെന്ന് ഒരു സർവേയിലും പറയുന്നില്ല. എറണാകുളത്തോട്ട് പോയാലും UDFന് അഥവാ പ്രതിപക്ഷത്തിന് കിട്ടിയ ഏതെങ്കിലും സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് പറയുന്നതേയില്ല. തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ അതുതന്നെയാണ് സ്ഥിതി. നഷ്ടപ്പെടുമെന്ന് പറയുന്നതെല്ലാം ഭരണപക്ഷത്തിന് കിട്ടിയ സീറ്റുകളാണ്. അത് നഷ്ടപ്പെടാൻ മണ്ഡലത്തിലെ എന്തെങ്കിലും സവിശേഷമായ കാരണങ്ങൾ മാത്രമാകും എന്ന് പറഞ്ഞുകൂടാ. കാരണം എല്ലാ MLAമാരും സാമാന്യേന പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ ചില ഇക്വേഷൻസ് മറികടന്ന് തന്നെ, അതായത് ജാതി മത ഇക്വേഷൻസൊക്കെ മറികടന്ന് തന്നെ വന്ന സ്ഥാനാർത്ഥികളിൽ പോലും പലരും UDF പാളയത്തിൽ നിന്ന് ജയിക്കും എന്ന തരത്തിൽ പലതും പല സർവേകളും കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു വേവ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ വേവ് എത്രത്തോളം ഉണ്ട്, അത് നെക്ക് ടു നെക്ക് വേവാണോ, അട്ടിമറിക്കപ്പെടുന്ന വേവാണോ, വലിയ തരത്തിലുള്ള കൊടുങ്കാറ്റാവുമോ എന്നൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനോഭാവം വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്നോടൊപ്പം രാവിലെ മുതൽ രാത്രി വരെ വളരെ ക്ലോസായി സഹകരിക്കുന്ന 50 പേരുണ്ടാവും. ഈ 50 പേരും എത്ര അടുപ്പമുള്ള സഹകരിച്ചാലും അവരാർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് മലയാളിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ വലിയ പാടാണ്. വേറെ ഏതെങ്കിലും സംസ്ഥാനത്തൊക്കെ ആണെങ്കിൽ ഈ അയ്യോ പൊന്നോ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി അടിമ പോലെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ട്. കേരളം അങ്ങനെയല്ലല്ലോ. തലയെടുപ്പും തിരിച്ചറിവും അവരവരുടെ വിവേചനാധികാരവും ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ്. അതാണ് സത്യം.